ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു യൂഷ്വൽ വീക്കെൻഡ് ഈവനിങ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ഡേയ്സ് കുട്ടികൾക്ക് സ്കൂൾ ഓഫാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവാനാണ് ട്രൈ ചെയ്യാറ്. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ആ ഒരു 3 ഡേയ്സ് മാക്സിമം റിലാക്സ് ചെയ്ത് ഒരു സ്ലോ പേസിൽ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. വീക്കെൻഡ്സ് ഇതുപോലെ കുറച്ച് മടി പിടിച്ച് സ്ലോ പേസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് ഭയങ്കര ടയറിങ് ആയിരിക്കും. കാരണം നമ്മൾ കാര്യമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത വീക്ക് നമ്മൾ കുറച്ചധികം നെട്ടോട്ട് ഓടേണ്ടി വരും. പക്ഷെ എന്നാലും ചില സമയത്ത് ഇതുപോലെ സ്ലോ പേസ് ആയിട്ടുള്ള ഈവനിങ് അടിപൊളിയാണ്. നമുക്ക് ശരിക്കും അത് വേണം, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം മടി പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കലല്ല. ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക, നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ മൂവീസ് വാച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഞാനൊരു സ്ലോ പേസ് ഈവനിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നെന്തായാലും അപ്പോൾ ഈവനിങ് ചായയിലേക്ക് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാവാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇന്ത്യൻ പാവാണ്, ഇന്ത്യൻ സോഫ്റ്റ് ബ്രെഡ് അല്ലെങ്കിൽ സോഫ്റ്റ് പാവ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്ട്രോബെറിയും ഷുഗറും കൂടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു ജാം കൺസിസ്റ്റൻസിയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ മേടിച്ച ഒരു പാക്കറ്റിൽ ആകെ 4-5 മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ. ഇതിനിപ്പോൾ ഇതുപോലെ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നമ്മളുടെ നോർമൽ ട്രയാങ്കുലർ ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോട്ടിൽഡ് ആയിട്ടുള്ള ക്രീം ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ആക്കാം. പാവ് യൂഷ്വലി നമ്മൾ പാവ് ഭാജി ഉണ്ടാക്കാൻ, വടാപാവ് ഉണ്ടാക്കാനൊക്കെയാണ് യൂസ് ആക്കാറ്. ഇങ്ങനെ സ്വീറ്റ് ഐറ്റംസ് പാവ് വെച്ച് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് സൂപ്പർ ഡിലീഷ്യസ്. പാവ് നമ്മളുടെ ബട്ടറിൽ, സോൾട്ടഡ് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഹണി ഒഴിച്ച് കഴിക്കാൻ അതും അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതായത് നമ്മളുടെ ബ്രെഡോ ബന്നോ ഒന്നും പോലെയല്ല, എക്സ്ട്രീംലി സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും, അത്രയും സോഫ്റ്റ് കൺസിസ്റ്റൻസിയാണ്. പാവിൻ്റെ 2 സൈഡിലും നമ്മൾ ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്ട്രോബെറിയും ഷുഗറും കൂടിയിട്ടുള്ള ഒരു ജാം ഉണ്ടല്ലോ, സ്ട്രോബെറി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഷുഗറിൽ ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തതാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാംഗോ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ ബ്ലൂബെറി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ബ്ലൂബെറി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ചീസ് കേക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ ഒക്കെ ഒരു സിമിലർ ടേസ്റ്റാണ് ഇതിന്. പാനിൽ ബട്ടർ ഇട്ടിട്ട് ഇത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാധനം റെഡി. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊട്ടും ഹെൽത്തി ഒന്നുമല്ല. പക്ഷേ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. കുറച്ച് പേര് പാവ് ഭാജിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുടിക്കാൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് ഓൾറെഡി ഹോർലിക്സ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചായയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയുള്ള യൂട്യൂബ് കോണ്ടൻറ്റുകളാണ് എൻ്റെ വീഡിയോസിൽ കാണാൻ താല്പര്യം എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം എനിക്ക് കൂടുതൽ ഭാവിയിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ കാലമായി ഒരു Q&A ചെയ്തിട്ട്, അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് കൈൻഡ് ഓഫ് വീഡിയോസും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ എന്താ പറ്റിയത്, കയ്യിൽ പൊള്ളിയതാണോ എന്നൊക്കെ. ഇത് പൊള്ളിയതൊന്നുമല്ല, കയ്യിൽ കുപ്പിവെള്ളം ഇടാറുണ്ടായിരുന്നു. ഇടാറുണ്ടായിരുന്നു എന്നല്ല, ഞാനിപ്പോഴും ഇടാറുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കരിവള, കുപ്പിവള എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അത് AC ഓഫ് ചെയ്യുന്ന ടൈമിൽ കുപ്പിവള കൊണ്ട് കോറിയതാണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഒരു പെട്ടി അൽമാറയുടെ മേലേക്ക് തട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹാൻഡിൽ കൊളുത്തി വലിച്ചിട്ട് അങ്ങനെ മുറിഞ്ഞു. ഇപ്പം ഇങ്ങനെ വിശദമായ ചായയൊക്കെ കുടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വൈകുന്നേരമാണ് ഞങ്ങൾ ചായ കുടിക്കുന്നതെന്ന്. ഞങ്ങളുടെ ചായയോടി സമയം എന്ന് പറയുന്നത് മഗ്‌രിബൊക്കെ കഴിഞ്ഞ് ഒരു ഇഷ ടൈമിലാണ്. ഏകദേശം ഒരു 8 മണി 7 മണി ആ ഒരു സമയത്താണ് ഞങ്ങൾ ചായ കുടിക്കാറ്. പിന്നെ അങ്ങനെ ഡിന്നറും കഴിച്ച് ചില ദിവസങ്ങളിൽ ഡിന്നർ അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ഇതോടെ തീർത്തിട്ട് അങ്ങനെയും കിടക്കും.
സ്കൂളിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ കൂടുതലും ഇതുപോലെ ഈ ഒരു ചായയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഡിന്നർ പരിപാടി കഴിയും. അല്ലാത്ത ഇപ്പോൾ വീക്കെൻഡ്, ഇന്നിപ്പോൾ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം രാത്രി വല്ല നൂഡിൽസോ പാസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാൻ എന്തുകൊണ്ടാണ് വീഡിയോയിൽ അധികം കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് വീഡിയോയിൽ അധികം ഇൻട്രാക്ട് ചെയ്യാത്തതെന്നൊക്കെ. ഓരോരുത്തരും ഓരോ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ എൻ്റെ പോലത്തെ സെയിം ക്യാരക്ടർ ആയിക്കൊള്ളണമെന്നില്ല ഇക്കാക്ക്. അങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഭാവിയിലാവുമെന്നും അറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് തമാശക്കാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്, എന്നാണോ എൻ്റെ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അന്നേ ആൾ വീഡിയോയിൽ വരുള്ളൂ എന്നാണ്. അപ്പോൾ അതെനിക്ക് ഒരു ചാലഞ്ചാണ്. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അല്ലയ്യ കനാലിൽ പോയ ടൈമിൽ ഞാൻ അവിടുന്ന് ഒരു സ്റ്റോണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോണിൽ എൻ്റെയും ഇഷുവിൻ്റെയും കൂടിയുള്ള അവിടുന്ന് എടുത്തൊരു പിക്ക് ഞാൻ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതുപോലെ മെമ്മറീസൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പം നമുക്ക് രാത്രിക്കൽക്കുള്ള ഡിന്നർ കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സവോള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ബ്രോക്കോളി, ക്യാരറ്റ്, ക്യാബേജ് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് ആദ്യം നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഒന്ന് സോട്ടായി വന്നതിന് ശേഷം അതിലേക്ക് കോഴിമുട്ടയും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക. സോയാ സോസും പെപ്പർ പൗഡറും സോൾട്ടും ഇത്രയും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം നൂഡിൽസ് വേറെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്യുക. ലാസ്റ്റ് അതിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നൂഡിൽസ് റെഡി. മാഗിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അത് അത്രയും സിമ്പിളാണ്, ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നതല്ലേ. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇന്നിപ്പോൾ കുട്ടികളായിട്ടൊരു മൂവി നൈറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സൈഡായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് നോർമൽ സ്റ്റോർ ബ്രോഡ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എയർ ഫ്രയറിൽ യൂസ് ആക്കുന്ന ഈ പേപ്പർ ലൈനിങ് എനിക്ക് മക്ക മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നോർമലി ഈ ഷീന് അതുപോലെ തന്നെ ട്രെൻഡിയോൾ, ടെമു എന്നൊക്കെ പറഞ്ഞ സൈറ്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനിത് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇവിടെ പോയപ്പോൾ മക്ക മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ ഈ സാധനം കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചു. 4 ദിറംസ് ആയിരുന്നു 50 എണ്ണത്തിന്. ഈ ഒരു പേപ്പർ ലൈനിങ് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് എയർ ഫ്രയറിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് കഴുകിയെടുക്കാറ്. അപ്പോൾ ഈ ഒരു സാധനമുള്ള കാരണം നമുക്ക് അത്രയും ഒരു പണി വരുന്നില്ല. നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസിൻ്റെ കൂടെ നല്ല തണുത്ത ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ നല്ല ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജ്യൂസും റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുക്കിങ്ങും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നല്ല വിസ്തരിച്ചൊരു കുളിയൊക്കെ പാസ്സാക്കി ഇനിയിപ്പോൾ ഫിലിം കാണാൻ പോവാണ്. അപ്പോൾ ഫിലിം എനിക്ക് കൂടുതലും കാണാനിഷ്ടം ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള പടങ്ങളാണ്. അതായത് നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ഗുഡ് കിട്ടണം, അതേപോലെ തന്നെ കുറച്ച് സന്തോഷം കിട്ടണം, കുറച്ച് കോമഡി ഉള്ള പടങ്ങൾ അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള പടങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ എനിമേറ്റഡ് മൂവീസും എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും നെറ്റ്ഫ്ലിക്സ് കിഡ്സ് സീരീസിൽ നിന്നാണ് ഞാൻ മൂവീസ് കാണാറ്. അപ്പോൾ ഇന്ന് ഞാൻ കാണുന്നത് മറ്റിൽഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അത് കുട്ടികൾക്കും വാച്ച് ചെയ്യാൻ പറ്റും, നമുക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനക്കേട് ഉണ്ടാവില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മൂവി ജോണർ എന്ന് പറയുന്നത് ആക്ഷൻ മൂവീസാണ്. ആക്ഷൻ മൂവീസ് എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഹൊററും അത്ര ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് മൂവീസും ഞാനങ്ങനെ വല്ലാണ്ട് കാണാറില്ല. പൊതുവേ എനിക്ക് അങ്ങനെയുള്ള വയലൻസ് കൈൻഡ് ഓഫ് പടങ്ങൾ ഇഷ്ടമല്ല. എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുന്നത് അത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളൊരു പടം കണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരു സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു അർത്ഥമില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ കാണുന്നത് വളരെ കുറവാണ്. മോട്ടിവേഷണൽ പടങ്ങൾ ഇഷ്ടമാണ്, ഇതുപോലെയുള്ള കോമഡി എൻ്റർടൈൻമെൻറ്റ് പടങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്.
ചിലവർക്ക് ഹൊറർ പടങ്ങൾ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഭയങ്കര ഡിറ്റക്റ്റീവ് പടങ്ങളായിരിക്കും കുറച്ചും കൂടി കാണാൻ താല്പര്യം. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ സിനിമയായി കാണണം, അങ്ങനെയാണല്ലോ എല്ലാവരും പറയുക. പക്ഷേ എനിക്കങ്ങനെ സിനിമയെ സിനിമയായി മാത്രം കാണാൻ പറ്റാറില്ല. ഇപ്പോൾ ഭയങ്കര ഇമോഷണൽ മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ സാധനം എന്നെ വല്ലാതെ പിടിച്ച് കുലുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമോഷണൽ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഫീലിലേക്ക് പോകും. അത് കാരണമാണ് കൂടുതലും അങ്ങനത്തെ പടങ്ങൾ കാണാത്തത്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്, അതായത് സാറ്റർഡേ ഈവനിങ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് എവിടേക്കാന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ട് നല്ല റിലാക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം 10 മിനിറ്റിൽ റെഡിയായി ഇറങ്ങണം, അത്ര മാത്രമേ ഒക്കെ പറയാറുള്ളൂ. എവിടേക്കാണ് പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകണമെന്നോ ഒന്നും പറയാറില്ല. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങും. അങ്ങനെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയി ഡെസ്റ്റിനേഷൻ എത്തിയാലായിരിക്കും അറിയാം ഓക്കെ ഇതാണ് ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പം മനസ്സിലായിട്ടുണ്ട് നമ്മൾ വാദി ഷൗക്കയിലാണ് എത്തിയിട്ടുള്ളത്. വാദി ഷൗക്കയുടെ 2 വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വഴി തെറ്റിപ്പോയതും ഒരെണ്ണം പ്രോപ്പറായി പോയതും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അതിൻ്റെ വേറൊരു സ്ഥലത്തേക്കാണ്. അതായത് വാദി ഷൗക്കയിൽ തന്നെ നമുക്കിങ്ങനെ മേലേക്ക് ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഡാമിനോട് ചേർന്നിട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഡാമിൽ വെള്ളമൊന്നുമില്ല, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ടോപ്പിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കയും മോനും കൂടിയിട്ട് ടോപ്പിലേക്ക് കയറുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര എളുപ്പമല്ല കയറാൻ. കാരണം അത് ഭയങ്കര ഒരു സ്റ്റീപ്പ് കയറ്റാണ്. എന്തായാലും ഞങ്ങളൊരു പകുതിയില്ല അതിനേക്കാളും കുറച്ച് പോർഷൻ വരെ കയറി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. തണുപ്പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ശ്രമിക്കാമായിരുന്നു. പക്ഷേ എന്തായാലും കുറച്ച് ഭാഗം കയറി. അപ്പോൾ കയറിയ സമയത്ത് ഇതാ ഇങ്ങനെ ഒരു കിളിക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കിളി വന്നിട്ട് ആ ഒരു കൂടണയണ നേരത്ത് അവർ കൂടണയുന്നൊക്കെ കണ്ടു. തിരിച്ച് താഴെ ഇറങ്ങിയപ്പോഴേക്കും സൺസെറ്റ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഒരു പകുതി മൂണുള്ള ഒരു ദിവസമായിരുന്നു, കാരണം നിലാവുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ താഴെ കുറേ പ്ലേ ഏരിയ ഉണ്ട്. അതിൽ കുറച്ചൊക്കെ ഇപ്പോൾ അണ്ടർ മെയിൻ്റനൻസ് ആണ്, പക്ഷെ എന്നാലും കുട്ടികൾ കുറച്ചു നേരമൊക്കെ കളിച്ചു. വാദി ഷൗക്ക് ശരിക്കും ഒരു ക്യാമ്പിംഗ് ലൊക്കേഷനാണ്. വിൻ്ററിലൊക്കെ ശരിക്കും അവിടെ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവിടുന്ന് പിന്നെ നേരെ പോയത് ഷാർജ മോസ്കിലേക്കാണ്. കുറേ ആയിട്ടുണ്ടായിരുന്നു ഷാർജ മോസ്കിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നിപ്പോൾ അതാ അവസാനം അവിടെ പോയി ഇശാ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. നോമ്പിൻ്റെ ടൈമിൽ വരണമെന്നുണ്ടായിരുന്നു. നോമ്പിൻ്റെ ടൈമിൽ ഇവിടെ നോമ്പ് തോറ ഉണ്ടാവാറുണ്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. അതിപ്പോൾ ഇവിടെ നിന്നല്ല, ഈ ഒരു പള്ളിയിൽ നിന്നല്ല, ഏതൊരു ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് താഴെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരാൾ മുരിങ്ങക്കായ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 5 ദിർഹംസിന് ഒരു കെട്ട് മുരിങ്ങക്കായ വാങ്ങി. മുരിങ്ങക്കായും ചിക്കനും കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുക. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല ജീരകം ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഈ ഒരു മുരിങ്ങക്കായ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോക്കോട് കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ചേർത്തു. കുറച്ച് നൂഡിൽസ് ഇട്ട് കൊടുത്തു, പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് സൈഡായിട്ട് നമ്മൾ ഗാർലിക് ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാർലിക് ബ്രെഡിൽ ആ ചില്ലി ഫ്ലേക്സും ഗാർലിക്കും ബട്ടറും മാത്രമേ ചേർത്തിട്ടുള്ളൂ, പിന്നെ മൊസറല്ല ചീസും. ഇത് മൊസറല്ല ചീസ് ചേർത്തതിന് ശേഷം എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക് ബ്രെഡ് റെഡിയാവും. ഈ സൂപ്പും ഗാർലിക് ബ്രെഡും കൂടിയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.